എടാ ഇവിടെ മൊത്തം പൊട്ടിക്കണ്ടോ. മീനാശിന്റെ ഇപ്പുറത്ത് ആരും വരല്ലേ, അങ്ങോട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ. ഈ മീനാശിനെ അവിടെ നല്ല പൊട്ടി മൊത്തത്തിൽ വന്നിക്കണേ. ആൾക്കാർ അവിടെ വണ്ടിയിലുണ്ട്, ബസ്സൊക്കെ അടിയിലായി. ഞാൻ വിളിക്കാം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വൻ മണ്ണിടിച്ചിൽ, ഒരാൾ മരിച്ചു, 5 പേരെ രക്ഷപ്പെടുത്തി. വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടു. മീനാക്ഷി പാലത്തിന് സമീപം മലയിടിഞ്ഞ മണ്ണും പാറയും വലിയ തോതിൽ കുത്തിയൊഴുകുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. അപകട സ്ഥലത്തു നിന്നും 5 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ മൺകൂനയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേഖലയിലെ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. റോഡിന്റെ കോൺക്രീറ്റ് ഭിത്തിയും പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട്. പാലത്തിന് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് കള്ളാടിപ്പുഴയിലൂടെ താഞ്ഞി റോഡ് ഭാഗത്തേക്കാണ് ഒലിച്ചു വരുന്നത്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയായതിനാൽ കള്ളാടി താഞ്ഞി റോഡ് പ്രദേശത്തെ പുഴയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരോട് ഉടൻ മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. മേപ്പാടി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയിൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ചാലിയാറിന്റെ തീരദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തെ തുടർന്ന് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ദുരന്ത വിവരം അറിഞ്ഞയുടൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി. സിദ്ദീഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകി. കൂടാതെ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി. സിദ്ദീഖിനോടും അടിയന്തരമായി വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും സ്ഥലത്തെത്തി നാട്ടുകാരോടൊപ്പം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേന സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമാകൂ. അപകടത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. രക്ഷാസേനയ്ക്കും ആംബുലൻസുകൾക്കും ദുരന്തമുഖത്തേക്ക് അതിവേഗം എത്തിച്ചേരുന്നതിനായി കോഴിക്കോട് മുതൽ കൽപ്പറ്റ വരെയുള്ള ദേശീയപാതയിൽ കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KL 71 ന്യൂസ്, വയനാട്.